എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഇന്നത്തെ വീഡിയോയിൽ OET റൈറ്റിങ്ങിലെ ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. OET റൈറ്റിങ്ങിലെ ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫിൽ നമ്മൾ പ്രധാനമായിട്ടും പേഷ്യൻറ്റിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയുമാണ് എഴുതാറുള്ളത്. ഇനി സോഷ്യൽ ഹിസ്റ്ററിയിലും മെഡിക്കൽ ഹിസ്റ്ററിയിലും ഏതൊക്കെ ഡാറ്റയാണ് കണ്ടുവരാറുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സോഷ്യൽ ഹിസ്റ്ററി എടുക്കാം. സോഷ്യൽ ഹിസ്റ്ററിയിൽ നമ്മൾ പേഷ്യൻ്റെ ലിവിങ് സ്റ്റാറ്റസ് എഴുതാറുണ്ട്. ലിവിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് അതോ ഫാമിലിയുമായിട്ടാണോ താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലാണ് നമ്മൾ എഴുതുന്നത്. ഇത് റെലവൻ്റ് ആകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ഹോം വിസിറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻ്റ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പേഷ്യൻ്റെ ലിവിങ് സ്റ്റാറ്റസ് എഴുതാറുണ്ട്. രണ്ടാമതായി കണ്ടുവരുന്നത് പേഷ്യൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. പേഷ്യൻ്റ് മാരീഡ് ആണോ, സിംഗിൾ ആണോ, വിഡോവുഡ് ആണോ, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ എഴുതുന്നത്. ഇതും റെലവൻ്റ് ആകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എഴുതാറുള്ളൂ. പിന്നെ കണ്ടുവരുന്നത് പേഷ്യൻ്റ് എംപ്ലോയ്മെൻ്റ് ആണ്. പേഷ്യൻ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ, പേഷ്യൻ്റ് റിട്ടയർഡ് ആയ ഒരാളാണോ. ഇതിൻ്റെ റെലവൻസി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഡിസീസ് കണ്ടീഷനും പേഷ്യൻ്റെ ജോലിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് വേരിക്കോസ് വെയിൻ ആണ് നോക്കുക, പേഷ്യൻ്റ് ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഒരു നേഴ്സാണ്. ഈ വക സാഹചര്യത്തിൽ പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ അഗ്രവേറ്റ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റെ എംപ്ലോയ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എഴുതാറുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു ക്യാബ് ഡ്രൈവറാണ്, ആൾക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ട്. സോ ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് നിർബന്ധമായിട്ട് വരുന്നത്. എന്നിരുന്നാലും ഒട്ടുമിക്ക എല്ലാ റൈറ്റിങ്ങിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് എഴുതാവുന്നതാണ് പേഷ്യൻറ്റിൽ, അതൊരു തെറ്റില്ല. പിന്നീട് നമ്മൾ എഴുതുന്നത് പേഷ്യൻ്റെ ഹാബിറ്റ്സ് ആണ്. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളാണോ, സ്മോക്ക് ചെയ്യുന്ന ആളാണോ, പേഷ്യൻ്റ് ഡ്രഗ് യൂസ് ചെയ്യാറുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാറുണ്ട്. മെഡിക്കൽ പ്രൊഫഷണലിൽ പോകുമ്പോഴും നോൺ മെഡിക്കൽ പ്രൊഫഷണലിൽ നമ്മൾ ലെറ്റർ എഴുതുമ്പോഴും ഒട്ടുമിക്ക എല്ലാ സാഹചര്യത്തിലും ഈ ഒരു ഡാറ്റ റെലവൻ്റ് ആയിട്ട് വരാറുണ്ട്. ശേഷം വരുന്നത് പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. പേഷ്യൻ്റ് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണോ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണോ ലീഡ് ചെയ്യുന്നത്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി അധികം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണെന്ന് അർത്ഥം. പേഷ്യൻ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് നമ്മൾ എഴുതാറുണ്ട്. ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻ്റ് ഒരു പക്ഷേ ഫിസിക്കലി ആക്റ്റീവാണ്, അതായത് നടക്കാൻ പോകാറുണ്ട്, ജോഗിങ്ങിന് പോകാറുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ എഴുതുന്നത് പേഷ്യൻ്റെ ഫുഡ് പ്രിഫറൻസ് ആണ്. ആൾ എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെന്ന്. ഇതും ഒരു പക്ഷേ ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പേഷ്യൻ്റ് ഷുഗറി ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളത് എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യത്തിലും പേഷ്യൻ്റ് സോഡിയം ഒക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആളുടെ ഫുഡ് പ്രിഫറൻസും എഴുതണം. ഡയറ്റീഷ്യനൊക്കെ ഇപ്പോൾ ലെറ്റർ പോകുന്ന സാഹചര്യത്തിൽ ഇത് വളരെയധികം റെലവൻ്റ് ആണ്. പേഷ്യൻ്റെ ഫുഡ് പ്രിഫറൻസ് ഡയറ്റീഷ്യൻ മാത്രമല്ല നേഴ്സിന് എഴുതുമ്പോഴും ഡോക്ടർ എഴുതുമ്പോഴും സീനിയോറിറ്റി അനുസരിച്ച് ഇതിൻ്റെ റെലവൻസി കൂടി വരും. പിന്നീട് വരുന്നത് പേഷ്യൻ്റെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. ഇത് ഒട്ടുമിക്ക എല്ലാ സാഹചര്യത്തിലും ഇത് ഇറലവൻറ്റ് ഡാറ്റയുടെ അണ്ടറിലാണ് വരാറുള്ളത്. പക്ഷേ ഇത് റെലവൻ്റ് ആകുന്ന സാഹചര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റെ ഡിസ്ചാർജ് പ്ലാനിൽ പറയുവാണ് പേഷ്യൻറ്റിനെ ആക്ടിവിറ്റീസ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം, ആ ഒരു പ്രവൃത്തി ചെയ്യാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പേഷ്യൻ്റെ ഹോബീസും ഇൻട്രസ്റ്റും നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഈ വക ഡാറ്റയാണ് നമ്മൾ പേഷ്യൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയിൽ പൊതുവെ കണ്ടുവരാറുള്ളതും റെലവൻ്റ് ആണെങ്കിൽ എഴുതാറുള്ളതും. ഇനി നമുക്ക് പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ഡാറ്റയാണ് എഴുതാറുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് പേഷ്യൻറ്റിൻ്റെ അണ്ടർലൈൻ ഡിസീസ് കണ്ടീഷനാണ് അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഒരുപക്ഷെ പേഷ്യൻ്റ് ഇപ്പോൾ ടോട്ടൽ ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് സർജറിക്ക് വേണ്ടിയായിരിക്കും അഡ്മിറ്റ് ആയിരിക്കുന്നത്. പേഷ്യൻറ്റിന് അണ്ടർലൈൻ ആയിട്ട് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ നിർബന്ധമായിട്ട് എഴുതണം. അതേസമയം ഒട്ടും റെലവൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ബന്ധമില്ലാത്ത ഒരു കണ്ടീഷനാണ് വെക്കുക ഇപ്പോഴത്തെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആയിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് കാറ്ററാക്ട് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് സർജറിക്ക് വേണ്ടിയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ കാറ്ററാക്ട് കാര്യമൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നീട് നമ്മൾ എഴുതുന്നത് ഓൺഗോയിങ് മെഡിക്കേഷനാണ് അഥവാ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ്റ് ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ട്, അതിനുവേണ്ടി മെഡിക്കേഷൻ എടുക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് അതിനുവേണ്ടി ലോസാർട്ടൻ അല്ലെങ്കിൽ റാംപ്രിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് നിർബന്ധമായിട്ടും എഴുതണം. അതുപോലെ തന്നെ ഡയബറ്റീസിന് വേണ്ടി മെറ്റ്ഫോമിൻ എടുക്കുന്ന ആളാണെങ്കിൽ അതും നമ്മൾ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. റെലവൻ്റ് ആവുന്ന സാഹചര്യത്തിൽ, അതായത് മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ പോകാൻ നേരത്ത് നമ്മൾ മിക്ക സാഹചര്യത്തിലും എഴുതുന്നൊരു കാര്യമാണ്. പിന്നീട് വരുന്നത് പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററിയാണ്, അതായത് പണ്ട് നടന്നിട്ടുള്ള സർജറി. ഇതും റെലവൻസി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മൾ എഴുതിയാൽ മതി. തീർത്തും അൺറിലേറ്റഡ് ആയിട്ടുള്ള സർജറി ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഇപ്പോൾ ന്യൂമോണിയാണ്, പണ്ട് കാറ്ററാക്ട് സർജറി അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷനുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ പേഷ്യൻ്റ് ഇപ്പം അബ്ഡോമിനൽ ഏരിയയിൽ ഒരു സർജറി അണ്ടർഗോ ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഒരു 4-5 വർഷം മുമ്പേ അതേ ഏരിയയിൽ മുമ്പൊരു വേറൊരു കണ്ടീഷന് വേണ്ടി സർജറി നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു സർജറിയുടെ കാര്യം എഴുതും.
പിന്നീട് നമ്മൾ എഴുതുന്നത് പേഷ്യൻ്റ് അലർജിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് പെനിസിലിനോട് അലർജി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ട്, മിൽക്കിനോടോ അല്ലെങ്കിൽ നട്ട്സിനോടോ, അതൊക്കെ നമ്മൾ എഴുതാറുണ്ട്. പിന്നെ പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഹാർട്ട് ഡിസീസിൻ്റെ ഉണ്ട്, അതൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ആൻഡ് ഫൈനലി പേഷ്യൻ്റെ ഹൈറ്റ്, വെയിറ്റ്, BMI, ഈ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതും നമ്മൾ റെലവൻ്റ് ആവുന്ന സാഹചര്യത്തിൽ എഴുതാറുണ്ട്. സോ ഇത്രയും ഡാറ്റയാണ് നമ്മൾ പേഷ്യൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററിയിലും കേസ് നോട്ടിൽ കണ്ടുവരാറുള്ളതും റെലവൻ്റ് ആവുന്ന സാഹചര്യത്തിൽ എഴുതാറുള്ളതും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഓരോ ഡാറ്റയും എഴുതുന്ന കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പേഷ്യൻ്റെ സോഷ്യൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ലിവിങ് സ്റ്റാറ്റസ് എടുക്കാം. ലിവിങ് സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളതെന്ന്. പേഷ്യൻ്റ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എഴുതും ഹി ലിവ്സ് അലോൺ അല്ലെങ്കിൽ ഷീ ലിവ്സ് അലോൺ. അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനിയിപ്പോൾ പേഷ്യൻ്റ് ആളുടെ ഫാമിലിയോടൊപ്പമാണ് ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ എഴുതും ഷീ ലിവ്സ് വിത്ത് ഹെർ ഫാമിലി അല്ലെങ്കിൽ ഹി ലിവ്സ് വിത്ത് ഹിസ് ഫാമിലി എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അവൻ അവൻ്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. അല്ലെങ്കിൽ ഹി ലിവ്സ് വിത്ത് ഹിസ് ഡോട്ടർ, അവൻ്റെ മകളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതും. ഇനി പേഷ്യൻ്റ് മാരിറ്റൽ സ്റ്റാറ്റസിലോട്ട് കിടക്കാം. പേഷ്യൻ്റ് മാരീഡ് ആണെങ്കിൽ നമ്മൾ ഹി ഈസ് മാരീഡ്, ഷീ ഈസ് മാരീഡ് എന്ന് എഴുതും. അവൻ മാരീഡ് ആണ് അല്ലെങ്കിൽ അവൾ മാരീഡ് ആണ്. ആൾ സിംഗിൾ ആണെങ്കിൽ ഹി ഈസ് സിംഗിൾ അല്ലെങ്കിൽ ഷീ ഈസ് സിംഗിൾ, അതല്ലെങ്കിൽ ഹി ഈസ് അൺമാരീഡ്, ഷീ ഈസ് അൺമാരീഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. പിന്നീട് പേഷ്യൻ്റ് ഇപ്പോൾ വിഡോഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം പുരുഷനാണെങ്കിൽ നമ്മൾ ഹി ഈസ് എ വിഡോവർ എന്ന് എഴുതും. സ്ത്രീ ആണെങ്കിൽ ഷീ ഈസ് എ വിഡോ എന്ന് എഴുതും. അല്ലെങ്കിൽ ഹി ഈസ് എ വിഡോഡ് മാൻ, ഷീ ഈസ് എ വിഡോഡ് വിമൻ എന്നുള്ള രീതിയിലും നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി പേഷ്യൻ്റ് എംപ്ലോയ്മെൻറ്റ് എങ്ങനെ എഴുതും? പേഷ്യൻ്റ് ഒരു ക്യാബ് ഡ്രൈവർ ആണെന്ന് നോക്കുക, അപ്പോൾ നമുക്ക് എഴുതാം ഹി ഈസ് എ ക്യാബ് ഡ്രൈവർ, അവൻ ഒരു ക്യാബ് ഡ്രൈവറാണ്. അതുപോലെ തന്നെ നമുക്ക് ഹി വർക്ക്സ് ആസ് എ ക്യാബ് ഡ്രൈവർ എന്നും എഴുതാം, അവൻ ഒരു ക്യാബ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഷീ ഈസ് എ റിട്ടയർഡ് ടീച്ചർ, അവളൊരു റിട്ടയർഡ് അധ്യാപകയാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതാറുള്ളത്. ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെ എഴുതും? ഹി ഈസ് അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ ഷീ ഈസ് അൺഎംപ്ലോയിഡ്. ഇനി ഹാബിറ്റ്സ് എങ്ങനെയാണ് എഴുതുന്നത്? പേഷ്യൻ്റ് ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എഴുതാം ഹി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഹി കൺസ്യൂംസ് 5 ബോട്ടിൽസ് ഓഫ് ബിയർ പെർ ഡേ. അവൻ ഒരു ദിവസം 5 ബോട്ടിൽസ് ഓഫ് ബിയർ കൺസ്യൂം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുടിക്കാറുണ്ട്. പിന്നീട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആണെങ്കിൽ ഷീ സ്മോക്സ് 5 സിഗരറ്റ്സ് എ ഡേ. അവൾ ഒരു ദിവസം 5 സിഗരറ്റ്സ് വലിക്കാറുണ്ട്. പിന്നീട് ഹി സ്മോക്സ് 10 സിഗരറ്റ്സ് ആൻഡ് കൺസ്യൂംസ് 3 യൂണിറ്റ്സ് ഓഫ് വിസ്കി ഡെയിലി. ഇപ്പോൾ രണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് എഴുതാം. സ്മോക്ക് ചെയ്യുന്നതും ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് സ്റ്റൈലിൽ എഴുതാവുന്നതാണ്. പിന്നീട് ഷീ യൂസസ് റിക്രിയേഷണൽ ഡ്രഗ്സ് സച്ച് എസ് കൊക്കൈൻ, ഹെറോയിൻ ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി നമുക്ക് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹി ഫോളോസ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അവനൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു. ഹി ലീഡ്സ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഷീ ഈസ് സോഷ്യലി ആക്റ്റീവ്, അവൾ സോഷ്യലി ആക്റ്റീവാണ്. ഹി വാക്സ് 2 കിലോമീറ്റർ എ ഡേ, അവൻ ഒരു ദിവസം 2 കിലോമീറ്റർ നടക്കും. ഇനി നമുക്ക് ഫുഡ് പ്രിഫറൻസസ് നോക്കാം. ഷീ പ്രിഫേഴ്സ് ഷുഗറി ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്, അവൾ ഷുഗറിയും ഫ്രൈഡ് ഫുഡ്സും പ്രിഫർ ചെയ്യുന്നു. പിന്നീട് ഹി ഈസ് എ വെജിറ്റേറിയൻ, അവനൊരു വെജിറ്റേറിയൻ ആണ്. ഷീ മോസ്റ്റ്ലി കൺസ്യൂംസ് കൺവീനിയൻറ്റ് ഫുഡ്, അവൾ മോസ്റ്റ്ലി കൺവീനിയൻറ്റ് ഫുഡ്സ് പ്രിഫർ ചെയ്യുന്നു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നു. ഇനി ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്സ്. ഹിസ് ഹോബീസ് ഇൻക്ലൂഡ് ഗാർഡനിങ്, ഫിഷിംഗ് ആൻഡ് റീഡിങ്. അവൻ്റെ ഹോബീസ് ഗാർഡനിങ്ങും ഫിഷിങ്ങും റീഡിങ്ങുമാണ്. ഷീ ലിസൺസ് ടു മ്യൂസിക് എവറി ഈവനിങ്, അവൾ എല്ലാ ഈവനിങ്ങും മ്യൂസിക് ലിസൺ ചെയ്യുന്നു. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബാസ്കറ്റ്ബോൾ ആൻഡ് ബേസ്ബോൾ, അവൻ ബാസ്കറ്റ്ബോളിലും ബേസ്ബോളിലും ഇൻട്രസ്റ്റഡ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒട്ടുമിക്ക എല്ലാ സോഷ്യൽ ഡാറ്റയും നമ്മൾ എഴുതുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ്. അതിന് കാരണം പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ എഴുതാറുള്ളത്. സബ്ജക്ട് പ്ലസ് V1 അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് വേർബ് പ്ലസ് ഫോർ ദ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഫ്രേസ് എന്ന ഫോമാറ്റാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഈ ഫോമാറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡാറ്റയും തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് സോഷ്യൽ ഡാറ്റ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി എഴുതാൻ സഹായിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് പരിശോധിക്കാം. ആദ്യം തന്നെ അണ്ടർലൈൻ കണ്ടീഷൻസ് എങ്ങനെ എഴുതാം? മിസ്റ്റർ മാത്യു ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റിസ് മെലിറ്റസ്. മിസ്റ്റർ മാത്യുവിന് ഹൈപ്പർ ടെൻഷനും ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്. ഹാസ് വരുമ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് സ്കിസോഫ്രീനിയ ഇൻ 2009. അവളെ 2009 സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്തു. ഹി ഹാഡ് 2 എപ്പിസോഡ്സ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റിസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവന് കൺജങ്ക്റ്റിവൈറ്റിസിൻ്റെ 2 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു.
ഹാഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്, അതായത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഷീ ഹാസ് ഹാഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സിൻസ് ഹർ ഫസ്റ്റ് ഡെലിവറി. അവൾക്ക് ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഹാസ് ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ടൈം പീരീഡ് നമ്മൾ പറയുമ്പോഴാണ്, അതായത് കുറച്ച് കാലഘട്ടമായിട്ട് ഈ ഒരു രോഗം ഉണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഹാസ് ഹാഡ് യൂസ് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഷീ ഹാസ് ഹാഡ് ഡയബറ്റിസ് മെലിറ്റസ് സിൻസ് 2009. 2009 മുതൽ അവൾക്ക് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് മെഡിക്കേഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഹീ ഈസ് ഓൺ മെറ്റ്ഫോമിൻ ആൻഡ് ഗിബൻക്ലാമൈഡ് ഫോർ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. അവൻ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന് വേണ്ടി മെറ്റ്ഫോമിലും ഗ്ലിബൻക്ലാമൈഡിനും ആണ്. വേറെ എക്സാമ്പിൾ, ഷീ ഹാസ് അനീമിയ ഫോർ വിച്ച് ഷീ ഈസ് ഓൺ അയൺ ടാബ്ലറ്റ്സ്. അവൾക്ക് അനീമിയ ഉണ്ട്, അതിനുവേണ്ടി അവൾ അയൺ ടാബ്ലറ്റ്സിൽ ആണ്. ഫോർ വിച്ച് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ്, ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ 5 years ആൻഡ് ഈസ് ഓൺ മെറ്റോപ്രോളോൾ. അവന് കഴിഞ്ഞ 5 വർഷമായി ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ആൻഡ് അവൻ മെട്രോപ്രോളോളിൽ ആണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി പാസ്റ്റ് സർജറി എങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹി അണ്ടർവെന്റ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ് ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇൻ 2008. മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് വേണ്ടി 2008 അവൻ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിലൂടെ കടന്നുപോയി. ഹി അണ്ടർവെന്റ് കാറ്ററാക്ട് സർജറി ഇൻ 2014. അവൻ 2014 കാറ്ററാക്ട് സർജറിയിലൂടെ കടന്നുപോയി. ഹി ഹാഡ് എ കാർഡിയോവാസ്കുലർ ആക്സിഡൻറ്റ് ഇൻ 1998 ആൻഡ് ഹിസ് ലെഫ്റ്റ് സൈഡ് ഈസ് പാരലൈസ്ഡ്. അവന് 1998 ഒരു കാർഡിയോവാസ്കുലർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അവൻ്റെ ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നുള്ള മീനിങ് ആണ് ആ സെൻറ്റൻസ് കൺവേ ചെയ്തത്. ഇനി അലർജീസ് എങ്ങനെയാണ് എഴുതുന്നത്? ഷീ ഈസ് അലർജിക് ടു സൾഫ ഡ്രഗ്സ്. അവൾ സൾഫ ഡ്രഗ്സിനോട് അലർജിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഷീ ഹാസ് അലർജിക് റിയാക്ഷൻ ടു സൾഫ ഡ്രഗ്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് സൾഫ ഡ്രഗ്സിനോട് അലർജിക് റിയാക്ഷൻ ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിലും സെൻറ്റൻസ് ആക്കാവുന്നതാണ് അലർജി വരുമ്പോൾ. ഈ രണ്ട് രീതിയിൽ അലർജി ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമുക്ക് സെൻറ്റൻസായി എഴുതാവുന്നതാണ്. ഇനി ഹൈറ്റ്, വെയിറ്റ്, BMI നമുക്ക് എങ്ങനെ എഴുതാം? ഹിസ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആർ 178 cm ആൻഡ് 80 kg റെസ്പെക്റ്റീവ്ലി. അവൻ്റെ ഹൈറ്റും വെയിറ്റും 178 cm 80 kg ആണ്. റെസ്പെക്റ്റീവ്ലി ആഡ് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ എഴുതിയ വാല്യൂ ഹൈറ്റിൻ്റെയും രണ്ടാമത് എഴുതിയ വാല്യൂ വെയിറ്റിൻ്റെയും എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ കൺവേഡ് ആകുന്നത്. ഇനി ഷീ ഈസ് ഓവർ വെയ്റ്റ് ആസ് എവിഡൻസ്ഡ് ബൈ ഹെർ BMI ഓഫ് 29 kg/m². അവളുടെ BMI കാണിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ 29 kg/m² എന്ന അവളുടെ BMIയുടെ എവിഡൻസ് അനുസരിച്ച് അവൾ ഓവർ വെയ്റ്റ് ആണ് എന്ന മീനിങ് ആണ് ആ ഒരു സെൻറ്റൻസ് കൺവേ ചെയ്യുന്നത്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ അതായത് ഒട്ടുമിക്ക എല്ലാ കേസിലും നമുക്ക് സെയിം സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ചില സാഹചര്യത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇപ്പോൾ നമ്മൾ കണ്ടത് കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം ഈ രീതിയിൽ മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നല്ല, നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഗ്രാമർ സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹാസ് ബീൻ യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് OET റൈറ്റിംഗിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്ത് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.